പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ TVS കിങ് LPG വാഹനം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് ഗ്യാസ് ടാങ്കിൽ ഫുള്ള് ഗ്യാസ് ഉണ്ടെങ്കിലും റിസർവ് ആയിട്ടാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടാങ്കിൻ്റെ ലെവൽ സൂചി ഒന്ന് നോക്കണേന്. അപ്പം ലെവൽ സെൻസർ ചെയ്യുന്ന ആ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഫുള്ളാണ് കാണിക്കുന്നത്. എന്നാൽ ക്ലസ്റ്ററിൽ ലെവൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നിടത്ത് 6 തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സെൻസർ ഒന്ന് അഴിച്ചു നോക്കാം. അപ്പം സെൻസറിൻ്റെ 2 സ്ക്രൂ ആണ് വരുന്നത്. രണ്ടും സ്റ്റാറിൻ്റെ ചെറിയൊരു സ്ക്രൂ ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണം ഈ വരുന്നതാണ്. ഇതേപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാവും. അത് അഴിച്ചു കഴിഞ്ഞാൽ നേരെ സെൻസർ ഇങ്ങോട്ട് കൈ കൊണ്ട് വെറുതെ എടുക്കാൻ പറ്റും. പിന്നെ ആ സെൻസറിൽ വരുന്നത് ഒരു സോക്കറ്റ് മാത്രമാണ്. അതും കൂടി വിടിയിച്ചു കഴിഞ്ഞാൽ ആ സെൻസർ റിമൂവ് ആക്കി എടുക്കാം. ഇനി നമുക്ക് പുതിയ സെൻസർ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് പുതിയ സെൻസർ. 615 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇരിക്കണെന്നുള്ളത്. അപ്പോൾ ഇതാ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ സെൻസർ. അപ്പോൾ ഇത് നമുക്ക് നേരെ ടാങ്കിലോട്ട് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോക്കറ്റ് കണക്ട് ചെയ്യണം കേട്ടോ. സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് സ്ക്രൂ പിടിപ്പിക്കാതെ ജസ്റ്റ് നമ്മളതിൽ കൈവച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെവല് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർ സ്ക്രൂ പിടിപ്പിച്ചിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി താക്കോൽ ഓഫ് ചെയ്ത് ഓൺ ആക്കി കഴിയുമ്പോൾ അതപ്പോൾ കണ്ടോ, പഴയ ഇതിലിരുന്ന സൂചിയുടെ കുറച്ച് സെൻറ്ററിലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ഇതിലേക്ക് പ്രസ് ചെയ്തപ്പോൾ സൂചി ഫുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം മുക്കാൽ ഭാഗത്തോളം തന്നെ ടാങ്കിൽ ഗ്യാസ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതാ ഇപ്പം 3 കട്ട തെളിഞ്ഞിട്ടുണ്ട്. ഓഫ് ചെയ്ത് ഓൺ ആക്കണേന് ഇപ്പം 3 കട്ട ലെവൽ കാണിക്കുന്നുണ്ട്. അപ്പം സെൻസറായിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ സെൻസർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.